ലോകമാകെ ക്രിസ്മസ് ആഘോഷങ്ങളുടെ പൊലിവിലാണ്. എന്നാൽ ഇന്ത്യയിൽ ഈ ആഘോഷങ്ങളുടെ മാറ്റ് വളരെ കുറവാണ്. ക്രൈസ്തവർക്ക് പോലും മനസ്സറിഞ്ഞ് ഭയപ്പെടാതെ യേശുവിന്റെ ജന്മദിനം ആഘോഷിക്കാൻ കഴിയാത്ത അവസ്ഥയിലേക്കാണ് കാര്യങ്ങളുടെ പോക്ക്. വിവിധ സംസ്ഥാനങ്ങളിൽ ക്രിസ്ത്യൻ പള്ളികൾക്കും കരോൾ സംഘങ്ങൾക്കും നേരെ സംഘപരിവാർ സംഘടനകൾ ആക്രമണങ്ങൾ നടത്തുന്നതാണ് അതിന് പിന്നിലെ കാരണം. മധ്യപ്രദേശിൽ രണ്ടിടങ്ങളിലായി ക്രിസ്ത്യൻ പള്ളികൾക്ക് നേരെ സംഘപരിവാർ സംഘടനകൾ ആക്രമണം നടത്തിയതായുള്ള വാർത്തകളും അടുത്തിടെ പുറത്തു വന്നിരുന്നു. കൂടുതൽ വിശദാംശങ്ങൾ പരിശോധിക്കാം. സ്വാഗതം ഇൻഡെപ്തിലേക്ക്. മധ്യപ്രദേശിലെ പന്ന, ബേതുൽ എന്നീ ജില്ലകളിലെ രണ്ട് ക്രിസ്ത്യൻ പള്ളികൾക്ക് നേരെയാണ് കഴിഞ്ഞ ദിവസം തീവ്ര ഹിന്ദുത്വ സംഘങ്ങളുടെ ആക്രമണം ഉണ്ടായത്. മതപരിവർത്തനം ആരോപിച്ചായിരുന്നു ആക്രമണം. പന്ന ജില്ലയിലെ ബിഷാനി ഗ്രാമത്തിലുള്ള ഒരു പ്രാർത്ഥനാ ഹാളിലും ബേതുലിലെ ഒരു ചർച്ചിലുമാണ് സംഘർഷമുണ്ടായത്. ക്രിസ്മസിന് മുന്നോടിയായി പ്രാർത്ഥനകൾ നടക്കുമ്പോൾ ഒരു കൂട്ടം ആളുകൾ പള്ളികളിലേക്ക് ഇരച്ചു കയറുകയായിരുന്നു. പള്ളികളിലേക്ക് ഇരച്ചു കയറിയ ഇവർ പ്രാർത്ഥന തടസ്സപ്പെടുത്തുകയും അവിടെ ഉണ്ടായിരുന്ന വിശ്വാസികളെ ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. പന്നയിൽ പ്രാർത്ഥനയ്ക്കെത്തിയ സ്ത്രീകളെയും കുട്ടികളെയും ഉൾപ്പെടെ അക്രമികൾ തടഞ്ഞു വെച്ചതായും റിപ്പോർട്ടുകളുണ്ട്. സംഭവം അറിഞ്ഞ് പോലീസ് പള്ളിക്ക് സമീപത്തേക്ക് എത്തിയപ്പോഴേക്കും സംഘർഷം വ്യാപിച്ചിരുന്നു. സ്ഥിതിഗതികൾ നിയന്ത്രിക്കാൻ പോലീസ് നന്നായി ബുദ്ധിമുട്ടിയതായും റിപ്പോർട്ടുകളിൽ പറയുന്നു. സംഭവത്തിൽ മതപരിവർത്തന നിരോധന നിയമപ്രകാരം പാസ്റ്റർക്കെതിരെ പോലീസ് കേസെടുക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ തങ്ങൾ സമാധാനപരമായി പ്രാർത്ഥന നടത്തുകയായിരുന്നുവെന്നും ആരെയും നിർബന്ധപൂർവ്വം മതം മാറ്റിയിട്ടില്ല എന്നുമാണ് സഭാ അധികൃതർ പറയുന്നത്. പള്ളികളിലേക്ക് അതിക്രമിച്ചു കയറി ആക്രമണം നടത്തിയവർക്കെതിരെ കർശന നടപടി വേണമെന്നും സഭാവിശ്വാസികളും നേതൃത്വവും ആവശ്യപ്പെടുന്നുണ്ട്. സംഘർഷ സാധ്യത കണക്കിലെടുത്ത് ഈ പ്രദേശങ്ങളിൽ കനത്ത പോലീസ് കാവൽ ഏർപ്പെടുത്തിയിരിക്കുകയാണ് ഭരണകൂടം. ക്രിസ്മസ് എത്തി നിൽക്കെ ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കുന്നത് സംസ്ഥാനത്തെ ക്രിസ്ത്യൻ ന്യൂനപക്ഷങ്ങൾക്കിടയിൽ വലിയ ഭീതിയാണ് പടർത്തുന്നത്. കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി മധ്യപ്രദേശിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇത്തരം അതിക്രമങ്ങൾ വർദ്ധിച്ചു വരുന്നതായി മനുഷ്യാവകാശ സംഘടനകൾ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ആരാധനാ സ്വാതന്ത്ര്യത്തിനു മേലുള്ള കടന്നുകയറ്റമാണിതെന്നാണ് വിശ്വാസികളുടെ പക്ഷം. വരും ദിവസങ്ങളിൽ കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കാൻ സർക്കാർ ജാഗ്രത പാലിക്കണമെന്നും ആവശ്യമുയരുന്നുണ്ട്. രാജ്യത്ത് ക്രൈസ്തവ ന്യൂനപക്ഷങ്ങൾക്ക് നേരെയും അവരുടെ വീടുകൾക്കും ആരാധനാലയങ്ങൾക്കും നേരെയും ഏറ്റവും കൂടുതൽ ആക്രമണങ്ങൾ നടക്കുന്ന സംസ്ഥാനങ്ങളിൽ ഒന്നാണ് മധ്യപ്രദേശ്. ഇവാഞ്ചലിക്കൽ ഫെലോഷിപ്പ് ഓഫ് ഇന്ത്യയുടെ റിപ്പോർട്ട് പ്രകാരം 2024-25 കാലയളവിൽ രാജ്യത്താകെ നടന്ന 840 ഇത്തരം അക്രമ സംഭവങ്ങളിൽ 37 കേസുകളും മധ്യപ്രദേശിൽ നിന്നുള്ളതാണ്. യുണൈറ്റഡ് ക്രിസ്ത്യൻ ഫോറത്തിന്റെ കണക്കുകൾ പറയുന്നത് രാജ്യത്ത് ഉത്തർപ്രദേശും ഛത്തീസ്ഗഡും കഴിഞ്ഞാൽ ക്രിസ്ത്യാനികൾക്കെതിരെ ഏറ്റവും അധികം ആക്രമണങ്ങൾ നടക്കുന്നത് മധ്യപ്രദേശിലാണെന്നാണ്. ബജ്രംഗ് ദൾ, വിശ്വ ഹിന്ദു പരിഷത്ത്, സകൽ ഹിന്ദു സമാജ്, ABVP തുടങ്ങിയ സംഘപരിവാർ സംഘടനകളാണ് മധ്യപ്രദേശിൽ ക്രൈസ്തവ ന്യൂനപക്ഷങ്ങൾക്കെതിരായ ആക്രമണങ്ങൾക്ക് നേതൃത്വം നൽകുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഓരോ സംഘടനകളും ഓരോ രീതിയിലാണ് ആക്രമണങ്ങൾ നടത്തുന്നത്. വിശ്വ ഹിന്ദു പരിഷത്ത് പള്ളികൾ, ക്രിസ്ത്യൻ മാനേജ്മെന്റിന് കീഴിലെ സ്കൂളുകൾ എന്നിവയ്ക്ക് നേരെ പ്രതിഷേധങ്ങൾ നടത്തുകയും പല കാരണങ്ങൾ ചൂണ്ടിക്കാട്ടി ഇത്തരം സ്ഥാപനങ്ങൾക്കെതിരെ പരാതി നൽകുകയുമാണ് ചെയ്യുന്നത്. ക്രൈസ്തവ മിഷണറികളുടെ സ്കൂളുകൾക്ക് നേരെയുള്ള ആക്രമണങ്ങളാണ് ABVPയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. പ്രാർത്ഥനാ യോഗങ്ങളിലേക്ക് അതിക്രമിച്ചു കയറി അവിടെയുള്ള വിശ്വാസികളെയും പുരോഹിതരെയും ആക്രമിക്കുന്നതാണ് ബജ്രംഗ് ദളിന്റെയും സകൽ സമാജ് ഹിന്ദു എന്ന സംഘടനയുടെയും രീതി. ഇത്തരം സംഘടനകൾക്ക് നിലവിൽ മധ്യപ്രദേശിൽ ഭരണകൂടത്തിന്റെയും പോലീസിന്റെയും പിന്തുണ ലഭിക്കുന്നുണ്ട് എന്നതും ആശങ്കയുളവാക്കുന്ന കാര്യമാണ്.